നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ.
വിടരുന്നു, ഒരു കോടി വർണ്ണമുണരുന്നു, ഓരോ നിലവും പുണരുന്നു, ഒരു കോടി രാഗമുയരുന്നു, സുഗന്ധങ്ങൾ നിറയുന്നു, പനിമഴ മഞ്ഞിൽ പൊഴിയുന്നു, പ്രണയ സരോവരത്തിൽ ഹംസങ്ങൾ നീന്തുന്നു, ഓരോ കനവും വിടരുന്നു, ഒരു കോടി വർണ്ണമുണരുന്നു, ഒരു ദിനവും പുണരുന്നു, ഒരു കോടി രാഗമുയരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് മനസ്സമാധാനമായിട്ട് നാളെ നമ്മൾ പ്രത്യേകമായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭവനത്തിൽ ഒന്ന് ചേർന്ന് ആശംസകൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബിബിനും ക്രിസ്റ്റിയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. നമുക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഏറ്റവും സന്തോഷപൂർണ്ണമാക്കുവാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങൾ ഓരോരുത്തരോടുത്തെ തിരുസന്നിധി സമർപ്പിക്കുന്നു. ഈ ഭവനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ മക്കളെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിയതാ ഈ നാളുകളായിട്ട് ഒരുങ്ങിയതാ കടന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റിയെ വിവാഹം ചെയ്യാൻ പോകുന്ന വരൻ ബിബിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും ശോഭനവും സന്തോഷപ്രദമാകുവാനായിട്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ ഇതാ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിച്ചുവല്ലോ. തുടർന്ന് ഇവരുടെ ജീവിതം ഏറ്റവും ശോഭനവും സന്തോഷപ്രദമാകുവാനായിട്ട് ഇടവരുത്തണമേ. പരിശുദ്ധമ്മയെ ഞങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും ആദ്യം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയിതാ ഞങ്ങളോട് ഓരോ നിമിഷങ്ങളിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവിടുത്തെ പുത്രനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ഇതാ വചനത്തിലൂടെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് വചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. വിവാഹ വേളയിൽ അവിടെ ഇതാ തൻ്റെ പുത്രനോട് ആവശ്യപ്പെടുകയും ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഈശോ തയ്യാറാവുകയും ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും വചനം സ്വീകരിക്കുവാനായിട്ടും അതിനുശേഷം നമുക്ക് പ്രത്യേകമായിട്ട് അവരുടെ കുടുംബജീവിതത്തിൽ ശോഭനമാകുവാനും സന്തോഷമാകുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്ന് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനും പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പരിശുദ്ധ അമ്മ ഇതാ തൻ്റെ പുത്രനോട്
ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുമ്പോൾ ആ വിവാഹ വിരുന്ന് വീഞ്ഞുണ്ടാവുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യവും, ആ വീഞ്ഞ് അല്ലെങ്കിൽ പല ദിവസങ്ങളായിട്ട് വിവാഹം നടക്കുന്നു, വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു, അതിൽ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ, അല്ലെങ്കിൽ ആ കുടുംബജീവിതം നയിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരവസ്ഥയായി തീരുന്നു. ഇതാ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ അമ്മ കടന്നു വന്നിരിക്കുന്നത്. ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥവും ഒക്കെ ഈശോ ഇതാ സമയമാകാതിരുന്നിട്ടും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട്, അവിടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. ഇവിടെ ഇതാ വീഞ്ഞു തീർന്നു പോവുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവിടെ സന്തോഷത്തിൻ്റെതായ അഭാവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. പലപ്പോഴും സന്തോഷത്തിൻ്റെ അഭാവം, സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെയൊക്കെ ആ മാധ്യസ്ഥം, നമ്മൾ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത്. ഈശോയിൽ നിന്നും അനുഗ്രഹം കിട്ടുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം, വിശുദ്ധരോട് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്നൊക്കെ കടന്നുപോയ നമ്മുടെ പൂർവ്വികരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് സമയമാകാതിരുന്നിട്ടും ഈശോ ഇത് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ആ കുടുംബത്തെ രക്ഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് നയിക്കുന്നതായിട്ട് ഇടവരുന്നു. ഇതാ ഇവരെ നമുക്ക് സമർപ്പിക്കാം. വിപിനും ഇഷ്ടയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. തീർച്ചയായിട്ടും കുടുംബജീവിതം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറിയതാണ് നമുക്കറിയാം. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കുടുംബജീവിതത്തിലുണ്ടായേക്കാം. അവിടെയൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥനയിലൂടെയാണ് സാധിക്കുന്നത്. നാം ഓരോരുത്തരെയും ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും ശോഭനമാകുവാൻ, സന്തോഷപ്രദമാകുവാൻ, ഏത് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈശോയിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് ഇവർക്ക് ഇടവരട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ കുടുംബജീവിതം ഏറ്റവും ശോഭനവും സന്തോഷപ്രദമാകുവാനായിട്ട് നമുക്ക് ഇന്നും തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ പറയുന്നതിനെ സുസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ പറയുന്നതിനെ സുസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ പറയുന്നതിനെ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. Wonderful evening. വെഡിങ് ഇവന്റ് ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മധുരം വെക്കിലേക്ക് കടക്കാം. ക്രിസ്റ്റി ജീവിതത്തിലെ ഈ ഒരു മധുരം എന്നും നിലനിൽക്കട്ടെ. മധുരം വെക്കലിനായി ക്രിസ്റ്റിയുടെ ഗോഡ് പാരന്റ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ, മധുരം വെച്ചോട്ടെ. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കഴുത്തിൽ നിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്, കഴുത്തിൽ മിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു
വെൺപിറാവായി വന്നു നീയൻ ശാരോൻ താഴ്വരയിൽ ആത്മാവിൻ പനിനീർപ്പൂവിൻ ഇതളുകൾ വിതറി നീ വള്ളിക്കുടിലിൽ തേൻ മുന്തിരി നുള്ളിത്തന്നിടാം വന്നാലും എൻ പ്രേമം നൽകാം ഞാൻ മന്ദാരപ്പൂ പോലെ ഓ ഓ, ഓ, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. ദേവദാരത്തണലുകളിൽ നിന്നെ തേടി ഞാൻ കാലത്തെ തൂമഞ്ഞണിയും ചില്ലകൾ പോലിടറി ലില്ലിപ്പൂക്കൾ തൻ പൂക്കുടയിൽ തുള്ളിത്തേനായി നീ നിന്നാലും ഏതനിൽ പൂത്തുലയും വാസന്തശ്രീ പോലെ ഓ ഓ, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. കഴുത്തിൽ മിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്. കഴുത്തിൽ മിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്.
കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെയും കണ്ണിൽ മിന്നാനുള്ളൂ കണ്ണാളെത്തുന്നുണ്ടല്ലോ അത് നിന്നെ കൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം പിന്നെ ജീവിതം തുടക്കം മാംഗല്യം പിന്നെ ജീവിതം തുടക്കം മാംഗല്യം പിന്നെ ജീവിതം പദമാവും
ഇതൊന്നും എന്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാദാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാദാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളിൽ, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളിൽ ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. Thank you.
പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി വരത്തി എന്തിനായി മംഗമാർക്ക് ചെന്താമരക്കൈ പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി ഉറുകൾ സകല മകളുവതിനു മണിയണമിതു തരുണികൾ മാർത്തോമൻ മണിയുടെ മഹിമകളൊഴുകി പാൽചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരൻ ഈശൻ വിധിച്ചത് പൂക്കാലി മിന്നുമണി പൂക്കാലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂക്കാലി കൊരുക്കണം പൂക്കാലി നട 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 നടവിളികളവിടവഴികളിൽ ഉയരവേ വാഴ്ത്തിടാം നന്ദി ചൊല്ലി ഉലകുടയവനേ വാഴ്ത്തിടാം മറിയത്തിൻ കനിവിനെയുടനേ വാഴ്വിൽ നീളെ ഒന്നായി വാഴാൻ സന്തതി സൽഗതി ആദികൾ കൈവരുവാൻ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില്